വേറെ ആരെങ്കിലും കൊണ്ട് വാങ്ങിപ്പിച്ച് ആകാശന് ഒരു സഹായം ചെയ്യാന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അയ്യോ, അല്ല പിന്നെ കച്ചവടം നടക്കുകയാണെങ്കിൽ അച്ഛനും എന്തെങ്കിലും ഒരു കമ്മീഷൻ കിട്ടുമല്ലോ. അല്ലാതെ നിന്റെ അനിയനെ പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും അച്ഛൻ നോക്കിയിട്ടില്ല മോളെ. ആ ദേ, അച്ഛനിപ്പോ പഴയ ഉദയഭാനൊന്നും അല്ല. പക്ഷേ മോൾ ഇപ്പോഴും അച്ഛനെ അങ്ങനെ തന്നെയാ കാണുന്നത്. മോളെ 2 കിലോ അരി ഇപ്പൊ എടുത്തരാം ചേച്ചി. എന്താ മോളെ? വേറൊന്നും വേണ്ടല്ലോ ചേച്ചി. 70. വേറെന്തുണ്ട് വിശേഷം ചേച്ചി? ഓ, കുറെ നാളായല്ലോ കണ്ടിട്ട്. ചേച്ചി ശരി എന്നാ. എന്താ മോളെ നീ ഇങ്ങനെ നോക്കുന്നേ? അച്ഛന് മൊത്തത്തിലൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്ത് ചെയ്യാനാ, അത് ജന്മനാ കിട്ടിയതല്ലേ. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഒരു പന്തികേടുമില്ല. അല്ല മോളെ, നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത്. ആ അച്ഛനോട് ഇങ്ങനെയൊക്കെ ആണോ സംസാരിക്കുന്നത്? ഒരു അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് ശരിയാണോ മോളെ? അതിനിപ്പോ അച്ഛൻ ഇത്രയ്ക്ക് അങ്ങോട്ട് വേദനിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മോളെ, അച്ഛൻ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് വെച്ച് സ്വന്തം മോളൊരു കള്ളനോട് സംസാരിക്കുന്ന പോലെ അച്ഛനോട് സംസാരിച്ചാൽ ഏതെങ്കിലും ഒരു അച്ഛന് സഹിക്കാൻ പറ്റുമോ? ഇനി ഇവിടെ നിന്നാല് ഇവളെന്നെ കയ്യോടെ പിടിക്കും. പണിപ്പാളും എസ്കേപ്പ് ആകുന്നതാ നല്ലത്. അല്ല അച്ഛാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ നിക്ക്. വേണ്ട മോളെ, അച്ഛൻ പോവുക. അച്ഛൻ ഓ അച്ഛൻ നിക്ക്.